ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്നല്ലേ, ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് എന്താണെന്നൊക്കെ വഴിയെ പറയാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം, എങ്കിൽ മാത്രമേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 രൂപയുടെ ഐസ്ക്രീമാണ് കേട്ടോ. നമുക്ക് ഏത് ഐസ്ക്രീം വേണമെങ്കിലും ഇതുപോലെ എടുക്കാം. ഇതൊന്നൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ജംസ് മിഠായിയാണ്. ഇതൊക്കെ വെറും ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ, ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. അതും ഇനി ഐസ്ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ്. ഒരു 2 പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കണം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മുറിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഐസ്ക്രീമും ആ ജംസ് മിഠായി ഇല്ലേ, അതൊന്ന് ആദ്യം ഇട്ട് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ആ മാംഗോയുടെ പൾപ്പില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരം കുറച്ചുകൂടി വേണം. ഐസ്ക്രീമിനൊക്കെ മധുരം വേണമല്ലോ. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാകും. ഇനി ഇതൊന്ന് അടിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഞാൻ ഒരു 3 വലിയ ടേബിൾ സ്പൂണിനാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് പാല് ചേർത്തിട്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അളവുകൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ഗ്ലാസ് സാധാ നോർമൽ വെള്ളമില്ലേ, പച്ചവെള്ളം, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തിളക്കണമെന്നില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്ന ഈ സമയത്താണ് നമുക്ക് നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ, മാങ്ങയുടെയും എല്ലാം മിക്സ്, അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കാൻ. നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കണം എന്നൊന്നുമില്ല, ചൂടായി വന്നാൽ മതി. ഈ സമയത്ത് കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് ആയതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് കുറുകി വരും. അടി പിടിക്കാതെ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു തിക്ക് മതി. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വെറുതെ ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ പച്ചമുന്തിരി ഉണ്ടായിരുന്നു, അതൊന്ന് വട്ടത്തിൽ നുറുക്കിയിട്ട് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രീസറിലേക്കാണ് നമ്മൾ ഇത് മാറ്റേണ്ടത്. ഒരു 8 മണിക്കൂറാണ് ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചത്. ഇനി ഇതൊരു കത്തിൻ്റെ ചുണ്ട് വെച്ച് നമുക്ക് ഇതൊന്ന് അടർത്തി മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്ക് കമഴ്ത്തി കൊടുത്താൽ നന്നായിട്ട് ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിലുള്ള ഒരു ഐസ്ക്രീമാണ്. നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ മുറിച്ച് കഴിക്കാവുന്നതാണ്. സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് സ്പൂണ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി കയ്യിൽ പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ഓൾ ബട്ടണും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിച്ചത്. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.